ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കണം കേട്ടോ. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ എടുക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഞാൻ നല്ല സൂപ്പർ ഡൂപ്പർ ബിസിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ജോലിക്ക് കയറിയിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. അപ്പം അത് കാരണം കൊണ്ട് എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല കേട്ടോ. ജോലിക്ക് പോയി വന്നാലും കുട്ടികളുടെ കാര്യങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, പിന്നെ അവരെ ട്യൂഷന് വിടണം, അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ജോയിൻ ചെയ്തിട്ടുള്ള അതിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അപ്പം ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ രാത്രി 8-8:30 മണിയാവും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വർക്ക് അവരുടെ ഡിന്നർ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ജോലികൾ പിന്നെയും ചെയ്യുക, അടുത്ത ദിവസത്തേക്കുള്ളതൊക്കെ. അപ്പം അത് കാരണം എനിക്ക് ഒട്ടും ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ചില സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ നമുക്ക് അങ്ങനെ വീഡിയോസൊക്കെ എടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ചാനൽ നിർത്തണം എന്ന് എനിക്ക് ആഗ്രഹമില്ല കേട്ടോ. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പിക്കുവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ബർത്ത്ഡേയുടെ. അപ്പോൾ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയ കാരണം കൊണ്ട് ഇന്ന് ചെറിയ ഒരു സെലിബ്രേഷൻ, കേക്ക് മുറിക്കുക, അവൻ്റെ ചെറിയ ഫ്രണ്ട്സിനൊക്കെ വിളിക്കുക, ഇതൊക്കെയാണ് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ തിരക്കാണെങ്കിലും കൂടി എനിക്ക് അതിൻ്റെ ഇടയിൽ കോൾഡ് വന്ന് നല്ല ത്രോട്ട് പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ അത് അങ്ങനെ ഉണ്ട്. എന്നാലും അവനെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കുറച്ച് ചെയ്തു കൊടുക്കണമല്ലോ. നമ്മൾ എത്ര തിരക്കാന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങളല്ല, അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ലേ. അപ്പം അത് കാരണം കൊണ്ട് എല്ലാ വർഷവും എൻ്റെ അച്ഛനമ്മയും വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്തവണ എൻ്റെ അമ്മമ്മയ്ക്ക് സുഖമില്ലാതെ ഇരിക്കുകയാണ് നാട്ടിൽ. അപ്പം അമ്മ കുറച്ച് ബിസിയാണ്. അമ്മയ്ക്ക് ഡെയിലി അവിടെ പോയി അമ്മ അവിടെ നിൽക്കുകയാണ് കേട്ടോ, അമ്മമ്മനെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ ബിസിയാണ്, വരാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തവണ അച്ഛനമ്മയും വന്നിട്ടില്ല. അപ്പോൾ അവൻ അതിൻ്റെ ചെറിയ വിഷമമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, ചില സാഹചര്യങ്ങൾ അങ്ങനെയായി പോയി. നല്ല കാറ്റാണ്, നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല വെയിലുള്ള ഒരു ദിവസമാണ്. ആകെ എനിക്കൊരു സൺഡേ ഒക്കെയാണ് ലീവ് കിട്ടുക. പിന്നെ സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും ലീവ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്ക് വേറെ ഉണ്ടായിരിക്കില്ല, നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ ഒത്തിരി ചെയ്യാനായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോൾ ഒരു CBSE സ്കൂളിൽ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒട്ടും പരിചയമില്ല, ഞാൻ മുന്നേ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കിത് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല ഹാപ്പിയാണ്. കുട്ടികളുടെ കൂടെ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരാളാണ്. എനിക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാനിതിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നതും. കുഴപ്പമില്ല, നല്ല രസകരമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമയം പോകുന്നത് നമ്മൾ അറിയില്ല കേട്ടോ. അവിടുത്തെ കുട്ടികളെ ഹാൻഡിൽ ചെയ്ത് അവരായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നാൽ എനിക്ക് എൻ്റെ വീട്ടിലെ കുട്ടികളുടെ കാര്യമൊക്കെ ചെയ്യാനായിട്ടുള്ളൂ. ശരത്തേനാണെങ്കിൽ രാത്രി 9 മണിയാവും വീട്ടിലെത്താനായിട്ട്. പുറമെന്ന് കാണുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തോന്നും, ടീച്ചറല്ലേ ബുക്ക് നോക്കി പഠിപ്പിച്ചാൽ പോരെ. അങ്ങനെയല്ല കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ ഒരു ടീച്ചർക്ക് ചെയ്യാനായിട്ടുണ്ടെന്ന് ഇപ്പോഴാണ് ഒരു ടീച്ചറുടെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറവ്. എനിക്ക് എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടിലും കൂടി കാലിട്ട് നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് സ്കൂളിലെ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ സാരി ഉടുക്കാനൊക്കെ ഞാൻ ടപ്പെന്ന് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് എൻ്റെ അത്രയും സാരി ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഡെയിലി സാരിയൊക്കെ ഉടുത്തിട്ട് പോകണം. നല്ല സ്പീഡിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് നമ്മുടെ പിക്ക് മോൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പിറന്നാളും ആഘോഷിക്കാറുണ്ട്, ഡേറ്റ് ഓഫ് ബർത്തും ആഘോഷിക്കാറുണ്ട്. ഇന്ന് ഇപ്പോൾ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ആക്ച്വലി ഒരു ദിവസമാണ്. പക്ഷെ നമ്മൾ ആ ദിവസം ഇനി ഞങ്ങൾ ബിസി ആയിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങൾ വീക്കെൻഡായിട്ട് അത് അങ്ങ് ആഘോഷിക്കാം എന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് ഈ അടുത്തുള്ള കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നമുക്ക് ചെറിയൊരു കേക്ക് കട്ടിങ്ങും അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ നല്ല തിരക്കാണ്, എനിക്ക് കുറേ അലക്കാനും പിടിക്കാനും വിരിക്കാനും ഉണക്കാനും ഒക്കെയുള്ള കാരണം കൊണ്ട് കാലത്തെ ഒന്നും ഞാൻ എടുത്തില്ല. ഇപ്പം ഞാൻ ഉച്ചക്കലത്തെ ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഫുഡാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് പോയിട്ട് നമുക്ക് വേഗം ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും പറഞ്ഞു തരാം. നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, സൂപ്പറാണ്. ബിരിയാണിയൊക്കെ നമ്മൾ എന്നും വെക്കുന്നതല്ലേ. അപ്പോൾ അതിൽ നിന്നൊന്ന് വിട്ടുപിടിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടന്നാലോ. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടീസ്പൂണോളം കുരുമുളക് എരിവിനനുസരിച്ച് എടുത്തോളൂ, ഒരു 5-6 വെളുത്തുള്ളി, ഒരു വലിയ പീസ് ഇഞ്ചി, 1/2 സ്പൂണോളം സാധാരണ ജീരകം, അതുപോലെ മല്ലിപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ,
പിന്നെ ഇതിൻ്റെയൊക്കെ അളവ് നമ്മൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യണം കേട്ടോ. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾ തന്നെ നടത്തണം. അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ 2-3 സ്പൂൺ ആഡ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യുക. എൻ്റെ പച്ചമുളക് നല്ല എരിവുള്ള കാരണം ഒരു വലുത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ അരച്ചങ്ങ് പേസ്റ്റ് ആക്കിയിട്ട് മാറ്റണം. എന്നിട്ട് നമ്മളിത് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോനെ കഴിഞ്ഞും കൂടുതൽ ചിക്കൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് വലിയ പീസാക്കി എടുക്കണവർക്ക് അങ്ങനെ എടുക്കാം. ഞങ്ങൾക്കിവിടെ കുഞ്ഞുങ്ങളുള്ള കാരണം കൊണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുള്ളൂ. ഈ അരച്ച പേസ്റ്റ് നേരെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്യുക. ഇത് തലേദിവസം ചെയ്ത് വയ്ക്കാൻ പറ്റുന്നുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല, എന്നാലും ഒരു അരമണിക്കൂർ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ആ മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം. ചെറുതാക്കി കുനുകുനാന്ന് അരിഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, ഒരു 2 മാഗി ക്യൂബ്. ഇത് ചിക്കൻ്റെ മാഗി ക്യൂബാണ്. അതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. ഇത് രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ 2 പീസാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഉപ്പുള്ള കാരണം കൊണ്ട് പിന്നീട് ഉപ്പ് അങ്ങനെ ചേർക്കേണ്ട വരുമ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ്. നിങ്ങൾക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ കൂടെ ക്യാപ്സിക്കം കൂടി ഇങ്ങനെ അരിഞ്ഞ് ചേർക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടായിരുന്നില്ല. എല്ലാം കൂടി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഒരു റെസ്റ്റും കിട്ടും. നമുക്ക് ആ സമയത്ത് കുറച്ച് പണികൾ വേറെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാനിതേ വെള്ളം നല്ലപോലെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2-3 ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്കായ തുടങ്ങിയിട്ടുള്ള ഗരം മസാലയിലുള്ള എല്ലാ ഐറ്റംസും, തക്കോലം എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളക് ഒരു 5-10 എണ്ണം. പിന്നെ 2 ഉണക്ക നാരങ്ങ, ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇച്ചിരി കോളം 1 സ്പൂണോളം മല്ലിയിലയും പുതിനയിലയും. ഇനി നല്ല നീളമുള്ള ബസുമതി റൈസ് തന്നെ എടുക്കണം. കഴുകി വൃത്തിയാക്കി ഒരു 20 മിനിറ്റോളം ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ നിങ്ങൾക്ക് കുതിർത്താൽ എളുപ്പം അത് വെന്ത് കിട്ടും കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ദം ഇടൂലേ, ആ ഒരു വേവ് മതി കേട്ടോ. ഒരു 80-90% വെന്താൽ മതിയാവും. ഇതിന് സൈഡ് ഡിഷായിട്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ 2 ചെറിയ തക്കാളി, ഒരു 10-15 ചെറിയ ഉള്ളി, ഒരു 5-10 വെളുത്തുള്ളി, ഉപ്പ്, 2-3 പച്ചമുളക്, അത് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ മല്ലിയില, പുതിനയില ചോപ്പ് ചെയ്ത് 1 സ്പൂൺ ആഡ് ചെയ്യാം. 2 നുള്ളു ജീരകം കൂടി ചേർത്ത് തരിതരിപ്പോട് കൂടിയിട്ട് അങ്ങ് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ സൈഡ് ഡിഷായിട്ടുള്ള ഒരു ചമ്മന്തി റെഡി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചോറും കൂടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് പെട്ടെന്ന് ഊറ്റി മാറ്റണേ, അല്ലെങ്കിൽ വേവ് കൂടിപ്പോവും. പിന്നെന്താ, ചിക്കൻ അങ്ങ് അടുപ്പത്തേക്ക് ആക്കുക. നല്ലപോലെ അങ്ങ് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഒരു 90% വെന്ത് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് മാറ്റാം. അതിൽ നിന്നൊരു പകുതിയോളം ചിക്കൻ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. വേറെ ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ചിക്കൻ എടുത്ത് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറില്ല, അതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പാതി ചോറാണ് ഇതിൻ്റെ മേലെ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മേലെ നമ്മൾ മാറ്റി വെച്ച് ചിക്കനും കൂടി ആഡ് ചെയ്യുക. 2-3 പച്ചമുളക് ഇടയിൽ ഇടുന്നുണ്ട് കേട്ടോ. കീറിയിട്ട് വേണമെങ്കിൽ കീറിയിട്ട് ഇടാം കേട്ടോ. പിന്നെ ചിക്കൻ ഇടുന്നു, ചോറിടുന്നു, അങ്ങനെ 2-3 ലെയർ ആക്കിയിട്ട് മാറ്റാം. പിന്നെ ഇതിൻ്റെ മേലേക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ തക്കാളിയും ക്യാരറ്റും ആഡ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ ഞാൻ ക്യാരറ്റ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇച്ചിരി മല്ലിയില, പുതിനയിലൊക്കെ അവിടെ ഇവിടെയും തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് തൊട്ട് 20 മിനിറ്റ് വരെ നമുക്ക് ദം ചെയ്തിട്ട് എടുക്കാം. നാനക്കുട്ടി മിസ്സായിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് പോയി നോക്കിയതാണ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും കേട്ടോ. അവൾ പുറത്ത് കളിക്കാനൊക്കെ പോകുമ്പോൾ തൊട്ടടുത്ത വീട്ടിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനിതാ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള അപ്പത്തിനുള്ള മാവൊക്കെ അരച്ചു വെച്ചു കേട്ടോ. കുറച്ച് സമയമൊക്കെ കിട്ടുമല്ലോ. ആ ഒരു സമയം കൊണ്ട് അത് ചെയ്ത് തീർത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ റൈസും റെഡിയായി. ഇത് നമ്മുടെ വീട്ടിൽ സാധാരണ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു മന്തിയുടെ റെസിപ്പിയാണ്, ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്കിങ്ങനെ ചാർക്കോളിൻ്റെ സംഭവമൊന്നും വെച്ചില്ലെങ്കിലും കൂടി നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കുഴിമന്തിയാണ്, കുഴിയിലിട്ട് വെക്കണം എന്നൊന്നും പറഞ്ഞേക്കരുത്. അല്ലെങ്കിൽ നിങ്ങളൊരു അറബിക് റൈസാണെന്നും വിചാരിച്ചിട്ട് അങ്ങ് ഉണ്ടാക്കിയാൽ മതി. നല്ല കിഡിലനായിട്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിക്കു എങ്ങനെയുണ്ട്? പിക്കു രസമുണ്ടോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടെന്ന് പറ. നല്ലടാ. സെക്കൻഡ് ഒരു എക്സ്പ്രഷനും ഇല്ല മുഖത്ത് വിക്കുവിന്. അവൻ എൻജോയ് ചെയ്തിട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ. അവന് പറയാനൊന്നും അറിയില്ല അല്ലേ വിക്കു? സൂപ്പറാ. കഴിച്ചോ കേട്ടോ. എന്നാ പപ്പ പറയും. പപ്പ പറ എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പറാ.
ചമ്മന്തി എങ്ങനെയുണ്ട്? നല്ല ചമ്മന്തി നന്നായിട്ടുണ്ട്. അതാണ് കുട്ടി കുളിച്ച് വന്നിരിക്കുന്നു. കഴിക്കൂ. കഴിക്കലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പ്ലേറ്റ്സൊക്കെ കഴുകാനൊക്കെ ആയിട്ട് പിക്കുമോനാണ് എന്നെ സഹായിച്ചത് കേട്ടോ. ഈ വീട്ടിലെ എല്ലാവരും ഒരുപോലെ ജോലി എടുക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങളാണെന്ന് കരുതിയിട്ട് അവർക്കൊന്നും ചെയ്യാൻ അറിയില്ല എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവരും കൂടെ കൂടും. നമ്മൾ നോ പറയാണ്ടിരുന്നാൽ മാത്രം മതി കേട്ടോ. സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തുന്നതും കേട്ടോ. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി കുറച്ച് നേരം TV ഒക്കെ കണ്ടിരുന്നപ്പോഴത്തേക്കും അങ്ങ് വൈകുന്നേരമായി. പിന്നെ ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴാണ് പിക്കോ അവൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പോയി പറഞ്ഞത് കേട്ടോ. ആരോടും മുന്നേ പറഞ്ഞൊന്നുമില്ല. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, ഇനി ഗിഫ്റ്റും അത് ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കാനും അങ്ങനെയൊന്നും ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ സമയത്ത് പോയി പറയാമെന്ന് വിചാരിച്ചത്. പക്ഷെ അത് അബദ്ധമായിപ്പോയി കേട്ടോ. കാരണം എന്താ വെച്ചാൽ മിക്കവരും പുറത്തു പോയേക്കായിരുന്നു. കഴിഞ്ഞ വർഷം വരയ്ക്കും നമ്മൾ കുറച്ച് നേരം മുന്നേ പറയാറുണ്ട്, കാലത്തൊക്കെ പോയി പറയാറുണ്ട്. അപ്പം ആകുമ്പോൾ എല്ലാവരും വരാറൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ കുട്ടികളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വലിയ കേക്കൊക്കെ നമ്മൾ മേടിച്ചത് കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ദിവസം പിള്ളേരെയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചു. കേക്ക് അടുത്ത് നമ്മളൊരു ബേക്കറിയിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മലയാളി ബേക്കറി തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കായിരുന്നു, അതാണ് അവന് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് അവൻ്റെ 1-2 ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്. പുറത്ത് പോയാ കണ്ടോ വരുന്നുണ്ട് പറഞ്ഞ അതിനെന്നെ കുഴപ്പമില്ല. കേക്കും മുറിക്കാം. പിക്കു അല്ലെങ്കിലോ സങ്കടത്തിലായിരുന്നു, അച്ഛനും അമ്മമ്മയും വന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സും കൂടി ഇല്ലാണ്ട് അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇതായി പോയി കേട്ടോ. എന്ന് വെച്ചാൽ കുട്ടിക്ക് വിഷമമായാലോ എന്ന്. പിന്നെ ഭാഗ്യത്തിന് അവൻ്റെ ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് ഓടി വന്നായിരുന്നു. അവൻ പുറത്ത് പോയി വന്നിട്ടാണ് വന്നത് കേട്ടോ. അതുപോലെ നമ്മളെപ്പോഴും ആൻറ്റീനെ നമ്മുടെ എന്ത് വീട്ടിൽ കാര്യങ്ങളുണ്ടെങ്കിലും വിളിക്കാറുണ്ട്. അപ്പോൾ ആൻറ്റീനെ ഓടിപ്പോയി വിളിച്ചായിരുന്നു. ആൻറ്റി വന്നു കേട്ടോ. പാവം എന്തോ ഒരു ഗിഫ്റ്റ് കൊണ്ട് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നേരം കൊണ്ട്. Happy birthday to you. Happy birthday to you. Yes. Happy birthday to you. May God bless you. May God bless you. May God bless you, dear. Yes. Happy birthday to you. Yeshin. Yeshin. Da yeshin. Yeshin. ഒരു പ്ലേറ്റ് എടുത്തിട്ട് വാ. പ്ലേറ്റ് മിക്കുന് കൊടുത്തായിരുന്നോ? God bless you. ഇപ്പോ 7 years 7 8 ആയില്ലേ? 10 ആയോ പൊന്നുമുനെ? നമ്മൾ വന്നിട്ട് 10 years ആയി. 8 years ആയി. 8 years കംപ്ലീറ്റ് ആയി നമ്മളുടെ അല്ലേ? ആൻറ്റിക്ക് നമ്മുടെ ഇവിടെ വന്ന് താമസാക്കിയിട്ട് ഇപ്പോൾ 8 ഇയേഴ്സിന് അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ കഴിഞ്ഞ് മുന്നെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വന്നതിന് ശേഷമാണ് അവരൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ പറയായിരുന്നു ഞങ്ങൾ. അന്ന് ഞങ്ങൾക്ക് പിക്കു മാത്രമേ മോനായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വീട് വാങ്ങിച്ചതിന് ശേഷമാണ് തനുക്കുട്ടിയൊക്കെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിപ്പായിരുന്നു. അപ്പം അന്ന് തൊട്ടുള്ള ഒരു റിലേഷനാണ് ഇതുവരെയ്ക്കും. അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടുത്തൊരു അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ആൻറ്റി പെരുമാറാറ് കേട്ടോ. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ആൻറ്റിയോട് പറയാൻ പറ്റും. ആൻറ്റി നമ്മളോടാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ആരോ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവും എപ്പോഴും. അതൊരു ചെറിയൊരു ആശ്വാസമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ നാട്ടിൽ നിന്നൊക്കെ മാറി വേറൊരു സ്ഥലത്ത് താമസിക്കുമ്പോൾ നമുക്കും ആരെങ്കിലുമൊക്കെ വേണം എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരിക്കില്ലേ. ഇവിടെ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ മക്കൾക്കാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അമ്മമ്മ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാണ്. അങ്കിളുള്ളപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അങ്കിള് നമ്മൾ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി. കോവിഡിൻ്റെ സമയത്തായിരുന്നു കേട്ടോ അത് ഉണ്ടായത്. അപ്പോൾ അതൊരു വലിയ വിഷമമായിരുന്നു ഞങ്ങൾക്കൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞതേ ഇവരൊക്കെ തിരിച്ചു പോവാണ്.
കേക്ക് വേണ്ടേ അമ്മ കേക്ക് അമ്മ കേക്ക് എന്താ ലേറ്റ് ആയി പോയേ? നാളെ കുറച്ച് ചിപ്സ് കഴിച്ചോ? പിന്നെ പിക്കുവിൻ്റെ 1-2 ഫ്രണ്ട്സും കൂടി വന്നായിരുന്നു കേട്ടോ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ പുറത്തൊക്കെ പോയേക്കെന്ന് ഞാൻ പറഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അവർ വരുന്നുണ്ടായിരുന്നത്. എന്നാലും അവർ ഓടി വന്ന് പിക്കുവിനെ വിഷ് ചെയ്ത് കേക്കൊക്കെ കഴിച്ചിട്ട് അവർ തിരിച്ചു പോയി. ജ്യൂസ് വേണോ നിനക്ക്? ജ്യൂസ് വേണോ? നിനക്ക് വേണോ? എടാ ജൂലൈ 2nd വീക്കിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. പിറന്നാളും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇത്രയും ദിവസമായി. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒട്ടും സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇച്ചിരി ലേറ്റായി പോയത്. കിട്ടും. തിരിച്ചു കാണിച്ചേ. ഈ ഗിഫ്റ്റൊന്നും എനിക്കല്ലല്ലോ എന്നുള്ള സങ്കടമാണ് കേട്ടോ തനുക്കുട്ടിയുടെ മുഖത്ത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനിയിപ്പോൾ അത് ഓഗസ്റ്റിൽ തനുക്കുട്ടിയുടെ ബർത്ത്ഡേ വരുന്നുണ്ടല്ലോ, എന്തിനാ സങ്കടപ്പെടുന്നത് എന്ന്. എന്നാലും പിക്കുവിന് സ്നേഹമുണ്ട് കേട്ടോ. അവളുടെ മുഖം വാടിയപ്പോഴത്തേക്കും അവന് കിട്ടിയത് അങ്ങനെ തന്നെ തനുക്കുട്ടിക്ക് കൊടുത്തു. അത് അവളോട് എടുത്തോളാൻ പറഞ്ഞപ്പോൾ അവൾക്കും സന്തോഷമായി. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷം നിറഞ്ഞൊരു ദിവസം ഈ ഒരു സമ്മാനപ്പൊതികളോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ്സായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.